ഞാനൊരു 3 പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ പറയുള്ളൂ. ബാക്കിയെല്ലാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഈ സ്റ്റേറ്റിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ മോശമാണെന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഒരു കുറെ പാരഗ്രാഫ്. വാസ്തവത്തിൽ അതിനോടൊപ്പം അവർ പറഞ്ഞു, ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,500 കോടിയോളം നമ്മൾ വെച്ചിരുന്നു, അത് കിട്ടാത്ത സ്ഥിതി. പ്ലാൻ കട്ട് ചെയ്തതിനകത്ത് വലിയ തോതിലുള്ള കട്ടിങ് വന്നിട്ടില്ല, ബാക്കി റവന്യൂ ഒക്കെ ഉണ്ട്. പ്ലാനിന്റെ 5,000 കോടി കട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ് അല്ലാതെ, അതായത് 5,000 കോടി കട്ട് ചെയ്താൽ 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന റവന്യൂ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും തുകയേക്കാളും താഴെ പോകേണ്ട കാര്യമില്ല. അപ്പൊ അതൊന്നും കൃത്യമായി പഠിക്കാതെ പറഞ്ഞതുകൊണ്ടാണ് അത് വന്നത്. സ്റ്റേറ്റിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അത്ര മോശമല്ല എന്നുള്ളത്, നികുതി പിരിവ് വളരെ മോശമാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം ധനകാര്യമന്ത്രി കൂടി ആകുമ്പോൾ അത് വെച്ചിട്ട് പറയാൻ പാടും. ഇപ്പൊ സ്റ്റേറ്റ് ഫൈനാൻസസിനെ സംബന്ധിച്ച് CNJയുടെ റിപ്പോർട്ട് ജൂൺ 16 പ്രസിദ്ധീകരിച്ചാണ്. ഈ ജൂൺ 16 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനകത്ത് അതിന്റെ രണ്ടാമത്തെ പേജ് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിനെ സംബന്ധിച്ച് പൊതുവിൽ സ്റ്റേറ്റുകളെ പറയുമ്പോൾ അതിനകത്ത് പറയുന്നു, the top 7 states during 2024-25, the top 7 states whose SOTR contributed up to 60% of revenue receipts were Gujarat, Haryana, Karnataka, Kerala, Maharashtra, Tamil Nadu and Telangana. ഇത് 10 വർഷക്കാലത്തെ കണക്കെടുത്തിട്ട് കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് CNJ റിപ്പോർട്ടാണ്. അതിനകത്ത് കേരളം അതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 60%-ലധികം SOTR ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററുമാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. കേരളത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധനകാര്യമന്ത്രി അവതരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം ഇതിനകത്ത്. രണ്ടാമത്തെ കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ധനകാര്യ കമ്മീഷന്റെ അവാർഡിനകത്ത് ഇപ്രാവശ്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒരു സ്റ്റേറ്റിനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇതുവരെയുള്ള എല്ലാ ധനകാര്യ കമ്മീഷനുകളും കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 4 ലക്ഷം കോടിയാണ് കഴിഞ്ഞ തവണ ഇന്ത്യയിലാകെ കൊടുത്തത്. നമുക്ക് 36,000 കോടി ആ ഭാഗം കിട്ടിയായിരുന്നു. അതിനു മുമ്പ് ഒരു വർഷക്കാലത്തേക്ക് 10,000 കോടി കിട്ടിയിരുന്നു. 14ാം ധനകാര്യ കമ്മീഷനും അതിനു മുമ്പ് എല്ലാം കൊടുത്തതാണ്. അപ്പോ ആകെയുള്ള റിസോഴ്സിന്റെ 41% സ്റ്റേറ്റുകൾക്കും 1% ജമ്മു ആൻഡ് കാശ്മീരിന് ചേർത്ത് 42%ആണ് ഡിവിസീവ് പൂൾ എന്ന് പറഞ്ഞ് താഴോട്ട് കൊടുക്കാൻ അവർ മാറ്റി വെച്ചേക്കുന്ന പണത്തിന്റെ ആകെയുള്ള ഇന്ത്യയിലെ 100 രൂപയിൽ 42 രൂപ കൊടുക്കാൻ തീരുമാനിക്കും. ഈ 42 100 കണക്കാക്കി അതിൽ 1.92 നമുക്ക് കിട്ടിയെന്നൊക്കെ അറിയാം. അതിന് മേലിലുള്ള പൈസയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കുറച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പം വിലക്കയറ്റം അനുസരിച്ച് 4 ലക്ഷം കോടിയെങ്കിലും കൊടുക്കണം. ഇതാദ്യമായിട്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഈ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യാൻ. ഇത് ധനകാര്യ കമ്മീഷന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിനകത്ത് 6ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് അസസ്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് ആൻഡ് ഗ്രാന്റ് ഇൻ എയ്ഡ് ഓഫ് റവന്യൂ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ധനകാര്യ കമ്മീഷൻ ഒരു സ്റ്റേറ്റിനും പണം കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിൽ തൊട്ടുമുമ്പത്തെ പോയിന്റ് സാധാരണ ഗവൺമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ ദ ഗവൺമെന്റ് ഹാസ് അക്സെപ്റ്റഡ് ദ എബോവ് റെക്കമെൻഡേഷൻ എന്നാണ് അതിന്റെ തൊട്ടുമുമ്പത്തെ പോയിന്റ് പറഞ്ഞത്. ഇതിനകത്ത് ഈ RD ഗ്രാന്റ് കൊടുക്കേണ്ട എന്നുള്ള പോയിന്റിനകത്ത് എന്താ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദ ഗവൺമെന്റ് ടേക്സ് നോട്ട് ഓഫ് ദി എബോവ് അസസ്മെന്റ് ഓഫ് ദി കമ്മീഷൻ. തൊട്ട് മേലത്തെ പോയിന്റ് ദ ഗവൺമെന്റ് ഹാസ് അക്സെപ്റ്റഡ് ദ എബോവ് റെക്കമെൻഡേഷൻ ഓഫ് ദ കമ്മീഷൻ. അക്സെപ്റ്റ് ചെയ്തു, ഇത് നോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനിയും ഇത് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഈ 6 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് 6 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ് പ്രൈസസിൽ ഞാൻ ഊഹിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് 4 ലക്ഷം കോടി രൂപ. അതിനകത്ത് നമുക്ക് 36,000 കോടി കിട്ടി. അതേപോലെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ഇത് കൊടുക്കേണ്ടതാണ്. ആ റൈറ്റ് നമ്മൾ വിടാൻ പാടില്ല. അത് രാഷ്ട്രീയ തർക്കത്തിന് വേണ്ടി ഇടതുപക്ഷം വെച്ച ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ഈ റിപ്പോർട്ട് വന്നിട്ടില്ല. അതിനുശേഷമാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു, ചില മെമ്പർമാരുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടില്ല, ഇത് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാണ്, നോട്ട് ചെയ്തിട്ടുള്ളൂ, തീരുമാനം വന്നേക്കാം. അതുകൊണ്ട് ഞങ്ങൾ ആ പോയിന്റ് അവിടെ ഇട്ടു. എന്താ വെച്ചാൽ ഇത് ആർഗ്യൂ ചെയ്ത് മേടിക്കേണ്ടതാണ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന്. അത് മേടിക്കണം. നിയമസഭ പ്രമേയം ഉൾപ്പെടെ പാസ്സാക്കുകയും ഫൈറ്റ് ചെയ്യുകയും വേണം. അദ്ദേഹത്തിന് ഒരു മാതൃകയായിട്ട് എടുക്കാവുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായിട്ടുള്ള ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി കഴിഞ്ഞ 2 മാസം മുമ്പ് ഡൽഹി പോയിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും കണ്ടു പറഞ്ഞു, ഞങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം വെച്ചിട്ടില്ല. 10,000 കോടിയാണ് ഹിമാചൽ പോലുള്ള ചെറിയ സ്റ്റേറ്റിന് ഒരു വർഷത്തെ നഷ്ടം വേണമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആ ബഡ്ജറ്റിനകത്ത് ആ ഭാഗം പ്രസംഗിച്ചതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ ഇത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശക്തമായ നിലപാടെടുക്കണം. നിയമസഭ പ്രമേയം പോലും പാസ്സാക്കണം, ഡൽഹിയിലേക്ക് പോകണം. അതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനെ പറ്റി അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തെ പറ്റി പറയാം. അത് സ്റ്റേറ്റിന്റെ റൈറ്റ് മേടിച്ചെടുക്കേണ്ടതാണ്. ബാക്കി കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞു. 3ാമത്തെ ഒറ്റ കാര്യം മാത്രം,
വിശദമായ കാര്യങ്ങൾ പിന്നീട് നമുക്ക് കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങളൊക്കെ പിന്നീടും പറയാം. നികുതിയുടെ കാര്യത്തിൽ അദ്ദേഹം റവന്യൂ സൈഡിൽ കാണിച്ചിട്ടില്ല. പക്ഷെ നികുതിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് നിലവിലെ നമ്മുടെ മദ്യം സംബന്ധിച്ച് രണ്ടു തരത്തിലുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം പ്രൊമോട്ട് ചെയ്യാൻ, വീര്യം കുറഞ്ഞ മദ്യം വൈൻ ഉണ്ടാക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോളിസി പറഞ്ഞിരുന്നു. നേരത്തെ ഒരു പട്ടികത്തിൽ പറഞ്ഞതാണ്. അതുപോലെ കേരളത്തിലെ ഫ്രൂട്ട്സിനെ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കുമ്പോൾ അതിന് വൈനിന്റെ അതേ റേറ്റ് തന്നെ 86% വൈനിന്. ബിയറിനാണെങ്കിൽ 120% വരെയുള്ള 116% ബിയറിന്. വിദേശ മദ്യത്തിന് 251%. പക്ഷെ കേരളത്തിൽ വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. വീര്യം കുറഞ്ഞ ആൽക്കഹോൾ വൈൻ വെച്ചാൽ ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നതിനകത്ത് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നത് വൈനായിട്ട് കണക്ക് വെക്കുന്നത് ബിയർ വേറൊരു കാറ്റഗറിയാണ്. അതേസമയം ആൽക്കഹോളിനകത്ത് എത്ര വെള്ളം ചേർക്കുന്നു അല്ലെങ്കിൽ എന്താണോ അത് ലൈറ്റ് ആക്കുന്നത് അനുസരിച്ചിട്ടാണ് അതിന്റെ ഈ ലഹരിയുടെ പെർസെന്റ് വരുന്നത് ആൽക്കഹോൾ. അങ്ങനെ ഒരു 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% പുതിയൊരു നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് 10 മുതൽ 20% വരെയുള്ള മദ്യത്തിന് 175% ഫിക്സ് ചെയ്തിരിക്കുന്നു. വിദേശ മദ്യത്തിന് 251%. അവിടെയാണ് 120% വളരെ വീര്യം കുറഞ്ഞ ഒരു മദ്യം കൂൾ ഡ്രിങ്ക്സ് പോലെ വ്യാപകമായി ഉപയോഗിക്കാൻ നിർബന്ധമാക്കുന്ന തരത്തിലേക്ക് ഒരു സാധനം വരികയാണ്. ഇതുവരെ കേരളത്തിൽ ഇതെനിക്കറിയുന്നുണ്ടോ വെച്ചാൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വരുമല്ലോ. അപ്പൊ അങ്ങനൊരു കാര്യം ഈ ബഡ്ജറ്റിനകത്തോട് ഒളിച്ചു കടത്തിയിട്ടുണ്ട്. വിശദമായ കാര്യങ്ങൾ നോക്കിയാൽ മതി. പ്രാഥമികമായിട്ട് അത് കേട്ടതെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ മദ്യത്തിന് പുതിയ, കാരണം മദ്യം ഒരു ഈസി ഡ്രിങ്ക് ആയിട്ട് ധാരാളം നർത്തകത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ. 0.5% തൊട്ട് 10% വരെ കുടിക്കാവുന്ന മദ്യം. അതിന് ബിയറിന്റെ മാത്രം ടാക്സ് എന്ന് പറയുന്ന സാധനം വരുമ്പോ ചെറിയൊരു കാര്യമല്ല. അതാണ് ഈ ബഡ്ജറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബഡ്ജറ്റ് വിശദമായി നോക്കുമ്പോൾ ഞങ്ങള് നിയമസഭാ അംഗങ്ങളെന്ന നിലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനകത്ത് ഏതൊക്കെ കുറച്ചു എത്ര അക്കൗണ്ട് വന്നു ഇപ്പോഴും കൃത്യമായി മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നോക്കും. സബ്ജക്ട് കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ വിശദമായി നോക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നേക്കുന്നു എന്നുള്ളത് പൊതുവിൽ കേരളത്തിൽ ഇങ്ങനെ സാമ്പത്തികമായ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യവൽക്കരണത്തിന് ന്യായം, ഇങ്ങനത്തെ ന്യായങ്ങൾ അത് അപകടകരമായ ഒരു അവസ്ഥയുണ്ടെന്നുള്ള പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്.